ഷിരൂരിൽ ഗംഗാവാലി പുഴയിൽ നിന്ന് അർജുന്റെ ലോറി കരയ്ക്ക് കയറ്റിയിട്ടുണ്ട്. ക്യാബിനുള്ളിൽ കൂടുതൽ അസ്ഥികളുണ്ട്. ലോറിക്കകത്ത് നിന്ന് ഇവ പൂർണ്ണമായും തന്നെ ശേഖരിച്ചിട്ടുണ്ട്. അതിനിടെ ലോറിയുടെ ക്യാബിനുള്ളിൽ നിന്ന് കിട്ടിയ ഷർട്ടും ബനിയനുമടക്കം അർജുൻ ഉപയോഗിച്ചിരുന്നതാണെന്ന് സഹോദരൻ അഭിജിത്ത് തിരിച്ചറിയുകയും ചെയ്തു. DNA ഫലം കിട്ടിയാലുടൻ തന്നെ മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ ആരംഭിക്കും. അതേസമയം അർജുൻ ഉപയോഗിച്ച വസ്തുക്കൾ മുഴുവൻ ലോറിയിൽ നിന്ന് തിരികെ വീട്ടിലേക്ക് കൊണ്ടുവരണമെന്നാണ് ഭാര്യ ഷിരൂരിലുള്ള സഹോദരനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ലോറിയിൽ നിന്ന് ഇപ്പോൾ കുറേ സാധനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അർജുൻ ഉപയോഗിച്ചിരുന്ന ഫോൺ, വാച്ച്, അതുപോലെ ഡ്രസ്സ്, പാചകം ചെയ്യാനായി ഉപയോഗിച്ച പാത്രങ്ങൾ, ധാന്യങ്ങൾ, മാത്രമല്ല അർജുന്റെ മകനായി വാങ്ങിയ കളിപ്പാട്ടം, മൊബൈൽ ഫോൺ എന്നിവയൊക്കെ ലഭിച്ചിട്ടുണ്ട്. ഇതെല്ലാം തന്നെ വീട്ടിലേക്ക് എത്തിക്കും. അതേസമയം DNA സാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ട്. പരിശോധനാ ഫലം വന്നാൽ നാളെ തന്നെ മൃതദേഹം ബന്ധുക്കൾക്ക് കൈമാറുമെന്നാണ് സൂചന. എത്രയും വേഗം നടപടികൾ പൂർത്തീകരിക്കുമെന്ന് കർണാടക സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. വേഗത്തിൽ മൃതദേഹം നാട്ടിലെത്തിക്കാൻ സാധ്യമായതെല്ലാം ചെയ്യുന്നുവെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു. അർജുൻ ഓടിച്ചിരുന്ന ലോറി പൂർണ്ണമായി തന്നെ പുഴക്കരയിലേക്ക് മാറ്റി. ഇനി ഈ ലോറിയിൽ നിന്ന് അർജുന്റെ വസ്ത്രങ്ങളും മറ്റും ബന്ധുക്കൾക്ക് കൈമാറണം. എന്തായാലും രക്ഷാപ്രവർത്തനത്തിലും വൈകാരിക കാഴ്ചകളാണ് കാണാൻ സാധിക്കുന്നത്. അർജുന്റെ ഫോൺ അടക്കം ഇപ്പോൾ ലഭ്യമായിട്ടുണ്ട്. പാചകത്തിന് ഉപയോഗിച്ച പാത്രങ്ങളടക്കം കുറേ സാധനങ്ങൾ ക്യാബിനുള്ളിൽ തന്നെ ഉണ്ടായിരുന്നു. ശരീരഭാഗങ്ങൾ ഉണ്ടെങ്കിൽ അത് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റാൻ തീരുമാനിച്ചിരുന്നു. ക്യാബിനകത്ത് അസ്ഥികളും കണ്ടെത്തിയിരുന്നു. അതേസമയം കാണാതായ മറ്റു 2 പേർക്കായുള്ള തെരച്ചിൽ തുടരുമെന്ന് അധികൃതർ വ്യക്തമാക്കുകയും ചെയ്തു. ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ മരിച്ച കോഴിക്കോട് സ്വദേശി അർജുന്റെ മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഇതിന്റെ ആദ്യപടിയായിട്ടാണ് DNA പരിശോധനയ്ക്കായുള്ള സാമ്പിളുകൾ ശേഖരിച്ചത്. 2 ദിവസത്തിനുള്ളിൽ തന്നെ ഇതിന്റെ ഫലം ലഭിക്കുമെന്നാണ് അധികൃതർ പറയുന്നത്. നിലവിൽ കാർവാറിലെ ആശുപത്രിയിലാണ് മൃതദേഹം സൂക്ഷിച്ചിരിക്കുന്നത്. മൃതദേഹം ഇന്ന് പോസ്റ്റ്മോർട്ടം നടത്തും. ഇന്നലെ വൈകിട്ടോടെയാണ് പരിശോധനയിൽ അർജുന്റെ ലോറി കണ്ടെത്തിയത്. ലോറിയുടെ ക്യാബിനുള്ളിലായിരുന്നു അർജുന്റെ മൃതദേഹം. അഴുകിയ നിലയിലായിരുന്നു മൃതദേഹം ഉണ്ടായിരുന്നത്. മണ്ണിടിച്ചിൽ ഉണ്ടായി 72 ദിവസത്തിന് ശേഷമാണ് അർജുന്റെ മൃതദേഹം കണ്ടെത്തുന്നത്. അതേസമയം അർജുന്റെ ലോറി പുഴയിൽ നിന്ന് പൂർണ്ണമായി കരയിലെത്തിക്കാൻ ഇന്നലെ കഴിഞ്ഞിരുന്നില്ല. ക്രെയിൻ ഉപയോഗിച്ച് കരകയറ്റാൻ ശ്രമിച്ചെങ്കിലും വടം പൊട്ടിപ്പോവുകയായിരുന്നു. ഇതോടെ ലോറി കരയിലേക്ക് എത്തിക്കാനുള്ള ശ്രമം അധികൃതർ ഇന്നലെ താൽക്കാലികമായി ഉപേക്ഷിച്ചിരുന്നു. മാത്രമല്ല ഇന്ന് രാവിലെ ആ പ്രവർത്തനം പുരോഗമിക്കുകയും ചെയ്തു. ഇന്ന് ലോറി കരയിലെത്തിച്ചു. അർജുന് പുറമെ 2 പേരെ കൂടി ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതെയായിട്ടുണ്ട്. ഇവർക്കായുള്ള തിരച്ചിൽ തുടരുകയാണ്. ജൂലൈ 15-ന് ബെൽഗ്രാമിൽ നിന്ന് തടിയുമായി എടവണ്ണയിലേക്ക് വരുന്ന വഴിയിലാണ് അർജുൻ അപകടത്തിൽപ്പെട്ടത്. 16-ന് കാണാതായി. പ്രതികൂല കാലാവസ്ഥയും പുഴയിൽ നിന്ന് മണ്ണ് നീക്കാൻ സാധിക്കാതെ വന്നതിനാലും തെരച്ചിൽ ദിവസങ്ങളോളം അനിശ്ചിതത്വത്തിലായിരുന്നു. കാലാവസ്ഥ പ്രതികൂലമായതിനെ തുടർന്ന് ഓഗസ്റ്റ് 16-ന് ഷിരൂരിലെ തെരച്ചിൽ അവസാനിപ്പിക്കുകയായിരുന്നു. അർജുന്റെ കുടുംബം കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയെ കണ്ട് സഹായം അഭ്യർത്ഥിച്ചതിനു പിന്നാലെയാണ് തെരച്ചിൽ പുനരാരംഭിച്ചത്. ഇതോടെയാണ് ഷിരൂരിൽ ഡ്രഡ്ജർ എത്തിച്ച് തെരച്ചിൽ നടത്തിയത്. തെരച്ചിൽ അനന്തമായി നീണ്ടപ്പോൾ സർക്കാർ ഇടപെട്ട് ഭാര്യ കൃഷ്ണപ്രിയയ്ക്ക് വേങ്ങേരി സഹകരണ ബാങ്കിൽ ക്ലർക്കായി ജോലി നൽകിയിരുന്നു. 1 വയസ്സുകാരനായ അയാൻ മകനാണ്.